തുടങ്ങാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണയും നമസ്കാരാജാവേ നിനക്ക് സ്തുതിപ്പാർക്കുമോ. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടൻ ഞങ്ങളെ നീ രക്ഷിക്കണമേ. അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്ക് സമാധാനം. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും അമ്മയെ അപേക്ഷിച്ചുകൊള്ളണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. കർത്താവേ, സമാധാനവും ശാന്തിയും ഈ മന്ദിരത്തിൽ വസിപ്പിച്ചതിലുള്ള സകലത്തെ അനുഗ്രഹിക്കണമേ. ഇതിലെ വരവ് ചെലവുകൾ തിരുനാമോത്തിനും നീരെ പരിപാലനത്തിനുമായി തീരുമാറാകണമേ. നിന്നിലുള്ള സർവ്വനന്മകളാലും അനുഗ്രഹങ്ങളാലും ഇതിനെ ഐശ്വര്യപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്കും ഇവിടെ പ്രവർത്തിക്കുന്നവർക്കും പ്രസന്നത നൽകണമേ. ആയുഷ്കാലം മുഴുവനും രഹസ്യകാര്യങ്ങളും പരസ്യകാര്യങ്ങളും ഇവിടുന്ന് പ്രീതിപ്പെടുത്തുവാനിടയാകണമേ. ഞങ്ങളുടെ കർത്താവും നിത്യമായല്ലോ ഞങ്ങളുടെ വാങ്ങിപ്പവർക്ക് ആശ്വാസം നല്ല ഓർമ്മയും നൽകണമേ. എന്നാത്മാവിനെ നിങ്കൽ ഉയർത്തുന്നേ നാഥ. ലുയാദിയൻ ശരണം ലജ്ജിക്കരുതേ ഞാൻ. വൈരികൾ എന്നെ ചൊല്ലി പുകഴരുതേ. ഹാലേലൂയ യൗഹാലി ലൂയ ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും. ദോഷികൾ നാണിക്കും വാഴ്പണിയിൽ. ഹാലേലൂയ യൗഹാലേ ലൂയ നാഥ, നിൻ പാതകൾ എന്നെ കാട്ടിടുക. അറിയിക്കണമെന്നെ നിൻ ചെറുവഴികൾ. വത്സലനെ ജലനിധിയിൽ നിബിയോനായി. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും വീഴ്ചയും ഒരു നാളും നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ ഏറ്റുവാരടിയങ്ങളിലായി തീരണമേ. പാപികൾക്കായി തുറന്നിട്ടിരിക്കുന്ന കരുണയുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ചതായ രക്ഷയുടെ തുറമുഖവും അശുദ്ധരെ വെടിപ്പാക്കുന്ന സോപ്പായും മലിനരെ വെണ്മയാക്കുന്ന തളിപ്പുമായ കർത്താവിന് സ്തുതി. കർത്താവേ, ഈ ദേവാലയത്തിൻ്റെ ഓഫീസ് സമുച്ചയങ്ങളിലും അതിനോടനുബന്ധ സ്ഥാപനങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും യാതനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ആദ്യ കടിഞ്ഞൂലായ ഹാബേലിന്റെ കാഴ്ച അംഗീകരിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ ധൂപത്തെയും കൈക്കൊള്ളണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷ മൂലം അങ്ങയെ പ്രീതിപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയും അങ്ങയ്ക്ക് ഹിതകരമായി ഭവിക്കണമേ.
നീതിമാനായ നോഹന്റെ ബലിയാൽ അവിടുന്ന് സംപ്രീതനായി തീർന്ന പ്രകാരം ഞങ്ങളുടെ ആദരഫലത്തിൽ അവിടുന്ന് പ്രീതിപ്പെടണമേ. കർത്താവെ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ സ്നേഹിതനുമായ അബ്രഹാമിന്റെ വിശ്വാസം അവിടുത്തേക്ക് ആനന്ദകരമായി തീർന്നതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങേ ആനന്ദിപ്പിക്കുമാറാകണമേ. നീതിമാനായ ഇയ്യോബിന്റെ അടുക്കൽ ദുഷ്ടൻ ലജ്ജിച്ചു പോയതുപോലെ ഞങ്ങളുടെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിച്ച് പോകുവാൻ അവിടുന്ന് കൃപ തോന്നണമേ. ദൈവമായ കർത്താവേ, ഈ സ്ഥാപനത്തെയും ഇതിനു വേണ്ടി പരിശ്രമിച്ചവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അബ്രഹാമിന്റെ ആതിഥേയത്വം സ്വീകരിക്കുകയും അദ്ദേഹവും ഭാര്യയും വിളമ്പിക്കൊടുത്തതിനെ ഭക്ഷിക്കുകയും കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഈ സ്ഥാപനത്തെയും ഇതിൽ പ്രവർത്തിക്കുന്നവരെയും ഇതിനുവേണ്ടി പരിശ്രമിച്ചവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധധൂപം മുഖാന്തരം ഈ സ്ഥാപനത്തെയും ഇതിൻ്റെ സമ്പത്തുകളെയും ഇതുമൂലം നിർവഹിക്കപ്പെടുന്ന ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിലെത്തുകയും ഈ സ്ഥാപനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിൽ പ്രവർത്തിക്കുന്നവർ കുറ്റമില്ലാത്തവരായി തീർന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങയുടെ കുഞ്ഞാടുകൾ പുൽമാലികളിൽ മേയുകയും പെണ്ണാടുകൾ നന്മകളാൽ തൃപ്തരാവുകയും ഞങ്ങളെല്ലാവരും തിരുസന്നിധിയിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളിൽ കരുണ ചെയ്യുന്നവനും അനുതാപികളിൽ പ്രീതിപ്പെടുന്നവനുമായ കർത്താവേ, അവിടുത്തെ മഹാകരുണയാൽ ഞങ്ങളിൽ കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും തിരുവുള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും ഞങ്ങൾക്കും ഈ ദേവാലയത്തിൽ നിന്ന് തിരുസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല പരേതർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങയ്ക്കും അവിടുത്തെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാറക്കുമോർ ഹോശോ വബ്കൂലസ് ബാഹല്ലവൽമീ. ദൈവത്തിൽ നടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോനോ രണ്ടിലാങ്കിലൊന്നും നീക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. വാഴ്വേറ്റ അബ്രഹാം താതൻ താൻ ഭവനം മൂന്നു പുമാന്മാരാൽ സാക്ഷാൽ മണവാളൻ മശിഹ സക്കായ് ഭവനത്തെ വാഴ്ത്തി സ്വാരാധകരേറിയ വീട്ടിൽ തൃത്വം വാണിരണമേ. നൽ തലമുറയാലുതു വാഴ്ത്തപ്പെടണം. ഏവൻഗേല്യോനിൽ മോറാൻ ശിഷ്യരോടായി ചൊല്ലിക്കേട്ടേ ഞാൻ കൈക്കൊള്ളൂ നിങ്ങളെ വീട്. ആ വീടന്നെ കൈക്കൊള്ളും. അബ്രഹാമിൻ ഭവനം പോൽ ഞങ്ങളടഞ്ഞൊരു ഭവനത്തെ രക്ഷകനെ വാഴ്ത്തുക തൃക്കൈയാൽ. ബാറക്കുമോ ശുഭല ബോല ബ്രാവൽ റൂഹുക്കദീശോ. ശൂന്യാരണ്യത്തിൽ നേടി സംതൃപ്തി ജനമഞ്ചപ്പത്താൽ ശ്രേഷ്ഠാചാര്യന്മാരാർന്നോ. ഈ ഗേഹത്തെയും അതിനുള്ളിൽ പാർപ്പോരെയും രക്ഷകനെ തൃക്കൈയാൽ വാഴ്ത്തണമേ. നൽ തലമുറയാൽ ഇത് വാഴ്ത്തപ്പെടണമെനോലം വാദാവൽ ഓലം വൽ മീനാമീൻ. ഏലിയാവീൻ ആശീർവാദത്താൽ പിതാവാഗേഹത്തിൽ കുംഭത്തിൽ ധാന്യപ്പൊടിയും കൊമ്പിൻ്റെ ഇലവും മറ്റില്ല. ആവരമാർന്നിടട്ടെ നിൻ ഭക്തരണഞ്ഞൊരു ഭവനം. നൽ തലമുറയാൽ അത് വാഴ്ത്തപ്പെടണം. ബാറക്കുമോർ, നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന ഏത് ഭവനവും എന്നെയാവുന്നു സ്വീകരിക്കുന്നതെന്ന് നിന്റെ പരിശുദ്ധ ശിഷ്യന്മാരോട് അരുളിച്ചവനാമിശിയാതമ്പരാനെ അവിടുത്തെ ആരാധയുടെ ഈ ഭവനത്തെ അനുഗ്രഹിക്കുകയും അവിടുത്തെ പരിശുദ്ധ നാമം നിന്റെ ദാസരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷവും ആനന്ദവും നിറഞ്ഞ പ്രസന്നവും നിങ്ങളുടെ നിന്നിൽ രണ്ട് ലോകങ്ങളിൽ നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ അവർക്ക് കൃപ നൽകുകയും ചെയ്യണമേ.
Moran Valohan Lowell Mean. Amen. Hallelujah. Hallelujah. നാഥനിൻ വെളിവു വിശ്വാസമതു നൽകിടേണമേ. സാന്ത്വനമരുളി പാവനഗിരി ശിബിരങ്ങളിലേക്കു നയിച്ചിടണമെന്നേ. ഹല്ലേലൂയ. യേശുമിശിഹായുടെ സ്നേഹമല്ലേ ദൈവത്തിന്റെ ജീവനുള്ളതിനെ അറിയിപ്പിനെ കേൾക്കണം. ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന് ജീവൻ രക്ഷ അറിയിക്കുന്ന അറിയിപ്പുകാരനായ പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസായിൽ നിന്ന് വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷിക്കാൻ അയച്ചവന് സ്തുതികളും നാമെല്ലാവരുടെ മേൽ നല്ല അനുഗ്രഹങ്ങളും നേക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമില്ലെന്ന ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശുതമ്പുരാൻ എരിയുൽ കൂടി കടന്നു പോകുമ്പോൾ ധനവാൻ ചുങ്കക്കാരൻ പ്രമാണിയുമായ സക്കായി എന്നിവരുള്ള ഒരുവൻ യേശുകാരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാർന്ന് മുത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സക്കായി പൊക്കം കുറഞ്ഞവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് മുമ്പേ ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. അതിലായിരുന്നു യേശുതമ്പുരാൻ പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശുതമ്പുരാൻ അവനെ കണ്ടിട്ട് അവനോട്, സക്കായി നീ വേഗം ഇറങ്ങിവരിക, ഇന്ന് എനിക്കതിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു. എല്ലാവരും അതുകൊണ്ട് നീരസപ്പെട്ടു. അവൻ ഭാവിയാ മനുഷ്യ അടുക്കൽ താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞു. സക്കായി നിന്നുകൊണ്ട് യേശുതമ്പുരാനോട്, കർത്താവ് ഇതാ എൻ്റെ വസ്തുക്കൾ പതിയാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഏതൊരുവനെങ്കിലും ഞാൻ അപകരിച്ചുള്ളത് നിന്നെ 4 തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, ഇവന് അബ്രഹാമിൻ്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്തെന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ലഖുൽഖൂൻ കർത്താവേ നിന്നാദ്ര നിറയെ വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാൽ മാക്കളിലൻ ഉണ്ടാകേണം ഗൂഢം വീട്ടിൽ പ്രാർത്ഥിപ്പതിനാൽ ഉടയോനിഷ്ടം ശബ്ദത്താലല്ലാർന്നതു ഭാഗ്യം ധർമ്മിഷ്ഠന്മാർ സൗമ്യൻ മോശ പ്രാർത്ഥന മൂലം ഭാഗിച്ചാഴിക്കൂട്ടം നീങ്ങി ദുഷ്ടൻ ഫറവോൻ മുങ്ങിപ്പോയി ദാവീദിൻ പ്രാർത്ഥന നീ പ്രാർത്ഥന വീണ്ടും പ്രവചന ശക്തി ചൂളയ്ക്കുള്ളിൽ ഹാനനിയന്മാർ പ്രാർത്ഥിച്ചപ്പോൾ തീക്കുണ്ടത്തി ബാറയ്ക്കുമ്പോൾ ദൈവാധിദൈവവും കർത്താധികർത്താവും വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനുമായുള്ളവേ, ബലഹീനരും പാപികളുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ അയോഗ്യരെങ്കിലും ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന സ്വീകരിക്കണമേ. നോഹിനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും എഴുന്നതുക്കളെയും ജലപ്രളയത്തിൽ നിന്ന് പെട്ടകത്തിൽ സംരക്ഷിച്ചതുപോലെയും നിന്റെ സ്നേഹിതനെ അബ്രഹാമിനെ രാജാക്കന്മാരുടെ വാളിൽ നിന്ന് രക്ഷിച്ച് അവനെയും അവൻ്റെ സമ്പത്തുകളെയും അനുഗ്രഹിച്ച പ്രകാരവും സോദോമിലെ അഗ്നിയിൽ നിന്ന് ലോത്തിനെ രക്ഷിച്ചതുപോലെയും ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ നീ കാത്ത് അവനെ വലിയവനാക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും മിസ്രൈമിൽ വെച്ച് യൗസേപ്പിനെ സംരക്ഷിച്ച് ഭരണാധിപനാക്കി തീർക്കുകയും അവൻ്റെ സമ്പാദ്യവും വരവുകളും വർദ്ധിപ്പിക്കുകയും അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്തതുപോലെയും പുണ്യവാനായ യോബിൻ്റെ സമ്പാദ്യങ്ങൾ അവൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെയും മോശയും ഇസ്രായേൽ ജനത്തെയും സമുദ്രത്തിൽ നിന്നും ഫറവോനിൽ നിന്നും സംരക്ഷിച്ച പ്രകാരവും
മോശയുടെ പ്രാർത്ഥനയും അഹറോന്റെ ധൂപവും ഫിനഹാസിന്റെ വാളും മൂലം ഇസ്രായേലിൽ നിന്ന് കോപവും മരണവും നിരോധിച്ചതുപോലെയും കരുണാപൂർണന്റെ സൃഷ്ടിയോട് ദൈവമുള്ളവനുമായ കർത്താവേ, നിന്റെ ഈ ആലയത്തിലും ഈ മന്ദിരത്തിലും വസിക്കുന്ന എല്ലാവരിൽ നിന്നും കോപവടികളും കഠിന ശിക്ഷകളും വിവിധതര രോഗങ്ങളും വ്യാധികളും സകല അപകടങ്ങളും കൃപയോടെ നിരോധിക്കണമേ. പരിശുദ്ധയായ ദൈവമാതാവായ മറിയാമിൻ്റെയും 12 അപ്പോസ്തലന്മാരുടെയും നവമധ്യസ്ഥരുടെയും മോർ ഗീവർഗീസഹദായുടെയും മോർ ബഹനാമിൻ്റെയും മോർ ഗ്രിഗോറിയോസിൻ്റെയും മോർ ദിമനാസിയോസിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും കൃപയും ചെയ്യുമാറാകണമേ. ആമീൻ. ഭവനാശുദ്ധിയുള്ള തളിപ്പാത്തീരുവാൻ വേണ്ടി ഒന്നായി കർത്താവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരസ്പരമായ നാമത്തിൽ ഈ ജലം വാഴ്ത്തി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആമീൻ. 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 മാതാവും ശുദ്ധന്മാരും അർപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വൻ ബോഡി വീടിനും വീട്ടാർക്കും നാദാ നൽകാം. ആറയ്ക്കുമോർ. ആമീൻ. 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 ആമീൻ.
ഇഷ്ടമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകൾക്ക് മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവൻ സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ നിങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ ശരീരത്തിരുന്ന മനുഷ്യനായി പുന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് രക്ഷത അനുഭവിച്ചു മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കയറി എൻ്റെ പിതാവിൻ്റെ വലത്ത് വാത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുവരെയും വിധിപ്പാൻ എൻ്റെ വലിയ വാദത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും എൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന് ഉറപ്പെട്ട് പിതാവിനോടൊപ്പം വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാ നിങ്ങളേറ്റുപറഞ്ഞ് മരിച്ചവരോടേർപ്പരും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ ബാറക്കുമോർ സ്തവൻ ഗാലോസ് കുറിയേലായി സോൻ. നിന്നടകരജൻ മോഹിപ്പാൻ ഹാലേലുയ്യായുഹാലേ ലുയ്യാ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാറയ്ക്കുമോ ഭാജനമേകസുതൻ തൃക്കരൻ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ ഗാലസ് കുറിയേലായിസോ അറിയാമിൻ സ്മരണ വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനു കോട്ട ബാറയ്ക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിന്നുയരും നോയാറിൽ സുഖപരിമള റിയോറാഹിം നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ തോന്നിയിട ഏകാത്മജനോടാർത്ഥിക്കാം. നീതിമാൻ പന പോലെ തുലർത്തിരുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ പോൻ ഇട്ട് തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കുമാർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ ഒരുപോലെങ്ങും മാർത്തോമാസ്ലിഹമാർഗി വരുകെ സഹദാമേലും നിന്നോർമ്മ ദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീച്ചോർക്കായി സ്തൗമൻ ഗാലസ് കുറിയേലായി സോൻ. ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദീനെ ബാറയ്ക്കുമോ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നതപാദം പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായടികളെ. ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഒന്നിന്റെ ഉദാശയം ഞങ്ങളോടൊപ്പം സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ പരേതര വിശ്വാസര ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധഹായുമായുള്ളവയെ ബലഹീനങ്ങളും കുറവുകളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെടുന്നു അംഗീകരിക്കുന്നതുമായ തീരണമേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം ഏകജാതൻ്റെ കൃപ പരിശുദ്ധയുടെ സംബന്ധാവാസം എല്ലാവരുടെ മേലും ഇപ്പോൾ വിശദീകരിക്കപ്പെടുന്ന ഈ മന്ദിരത്തിൻ്റെ മേലും ഇതിൻ്റെ മേലുള്ള പ്രവർത്തനങ്ങളുടെ മേലും പ്രവർത്തകരുടെ മേലും ഇവിടെ കടന്നു വരുന്ന ദൈവമക്കളുടെ മേലും ഈ ദേവാലയത്തിൻ്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ മേലും നമ്മുടെ പൂർവികരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ തികഞ്ഞ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ഈ മന്ദിരം
ആധുനിക കാലഘട്ടത്തിൻ്റെ കാലികമായി തന്നെ അതൊന്ന് പരിഷ്കരിച്ച് പുനരുദ്ധരിച്ച് അത്യാവശ്യം വേണ്ടതായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതായി കാണുന്നു. മറ്റ് സഭയുടെ ആസ്ഥാനങ്ങളെക്കാൾ വലിയൊരു ആസ്ഥാനമാക്കി ഇതിനെ നിങ്ങൾ മാറ്റിയതായി കാണുന്നു. പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇടവകങ്ങളല്ലാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും ഭക്തജനങ്ങളും ഒക്കെ കടന്നു വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കടന്നു വരുമ്പോൾ അവരെല്ലാവരെയും സ്വീകരിക്കത്തക്കവണ്ണം നമ്മുടെ ഈ മന്ദിരം വളരെ ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നു. ഒരറ്റം മുതൽ വികാരി, കൊച്ചു വികാരിമാർ, പിന്നെ കൈസാനിമാർ, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെത്രാപ്പോലിത്ത, കാതോലിക്ക ബാവ തിരുമേനി തുടങ്ങിയ എല്ലാവർക്കും ഇവിടെ അത്യാവശ്യം വേണ്ട വരുന്ന ബിഷപ്പിന്, പോകുന്ന ബിഷപ്പിന്, അങ്ങനെ എല്ലാവർക്കുമുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്രമിക്കാനും അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ കൂടാനും എല്ലാം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതായി കാണുന്നു. നാടിൻ്റെ ഒരാവശ്യമാണ് ഇത്. സഭയുടെ ദേവാലയമാണെങ്കിലും ദേശത്തിൻ്റെ ദേവാലയമാണല്ലോ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇതിനെ ഈ രീതിയിൽ പവിത്രീകരിച്ച് വിശദീകരിച്ച് മാറ്റി കാലത്തിന് അനുയോജ്യമാക്കി മാറ്റുക എന്നത് അതിൽ സന്തോഷമുണ്ട്. പരിശുദ്ധ ഗീവർഗീസ് സഹതായും ഇവിടെയുള്ള 9 വിശുദ്ധന്മാരും അവരോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധന്മാരും, 9 വിശുദ്ധന്മാരെന്ന് പറയുന്നെങ്കിൽ 9 അല്ലല്ലോ, അതിനേക്കാൾ കൂടുതലുണ്ടല്ലോ. മാർത്തശ്ശൂനി 7 മക്കളുമാണ്. കൂടെ അവരുടെ ഗുരുവായ എലാസറുണ്ട്. അതുപോലെ ബഹനാമിൻ്റെ കൂടെ മൊർത്തുസാറയുണ്ട്. കുറിയാക്കോസിനോടൊപ്പം മൂർത്തിയുലിത്തിയുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ 7 പറയരുത്, അതിന് മേലോട്ട് അല്ല 9 പറയരുത്. അതിനപ്പുറത്തേക്കുള്ള നമ്പർ വിശുദ്ധരുടെ ഒരു പ്രവാഹം ഇവിടെ ഉണ്ട്. ആ വിശുദ്ധരുടെ പ്രവാഹത്തോടൊപ്പം ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു സ്ഥലം എപ്പോഴും വളരെ ഭംഗിയായി ഒരുക്കി നമ്മുടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഗുണകരമായി മാറുന്ന രീതിയിൽ ഒരുക്കിയെടുക്കുക എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിൽ ഒരു 99% വിജയിച്ചിട്ടുണ്ട്. ഇനിയൊരു 1% ഉള്ളത് ഇത് എപ്പോഴും ഭംഗിയാക്കി ഇട്ടേക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ പള്ളികളിലൊക്കെ കാണുന്നൊരു കാഴ്ച, നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം അഴുക്ക് പിടിച്ചിരിക്കുന്നത് കാണും. അത് ഒഴിവാക്കണം. അതാണ് ഞാൻ 1% ഇട്ടത്. ഇവിടുത്തെ വികാരിമാരും പള്ളി കൈസാനികളും പള്ളിയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരും ഒക്കെ അതിനുവേണ്ടി തങ്ങളുടെ സമയമൊക്കെ ഉപയോഗിച്ചോണം ദേവാലയവും പരിസരവും ദേവാലയത്തിൻ്റെ ഉൾവശങ്ങളിലുള്ള പള്ളിയുടെ മാത്രമല്ല പള്ളി ക്യാമ്പസിലുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ വളരെ നീറ്റായിട്ട് കാണുകയും അവരെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളാണെന്ന് അവർ മനസ്സിലാക്കി സന്തോഷത്തോടെ പോവുകയും ചെയ്യാൻ ഇടയാകണം. അത് നമുക്ക് സാധ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്ര ഭംഗിയായി ഈ മന്ദിരത്തെ ഒരുക്കി മാറ്റിയ ഇടവയുടെ വികാരി ഗോളടിച്ച് എന്ന് വേണേൽ പറയാം. വികാരിയും അതുപോലെ തന്നെ കൂടെയുള്ള കൊച്ചു വികാരിമാരും അവരും വികാരിയോടൊപ്പം ജിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവർ 4 പേരും ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ 2 കൈസാനിമാർ, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇവിടുത്തെ വിശ്വാസികൾ എല്ലാവരോടും ചേർന്ന് നിന്ന് വളരെ ഭംഗിയാക്കി ഇത് മാറ്റി. അതിൽ ഭരണസമിതിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം വിതിൻ 1 ഇയർ അവരത് വളരെ ഭംഗിയായിട്ടത് ചെയ്ത് പൂർത്തീകരിച്ചു എന്ന് കാണുന്നതിലുള്ള എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത വികാരിയോടുള്ള സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ധാരാളമായ അനുഗ്രഹങ്ങൾ തുടർന്നും ഇങ്ങനെയുള്ള നല്ല പദ്ധതികളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് ഗുണകരമായ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷ എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ കൂദാശ നിർവഹിക്കുവാൻ വളരെ മൂല്യവത്തായ അഭിപ്രായം പറഞ്ഞത് അഭിവന്യ തിരുമേനിയാണ്. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിർവഹിക്കാനാണ്. എന്നാൽ ഇന്ന് വൈകിട്ട് വളരെ സാവധാനമായി ഭംഗിയായി ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിച്ചതിൽ അഭിവന്യ തിരുമേനി ഞങ്ങൾക്ക് തന്ന ആ ഉപദേശത്തെ പ്രത്യേകം സ്മരിക്കുന്നു. പ്രത്യേകം നന്ദി. യഥാർത്ഥത്തിൽ ഈ ദേവാലയത്തിൻ്റെ വടക്ക് കിഴക്ക് വശത്തെ ഒരു കിണർ കുത്തിയതോടെയാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം അങ്ങോട്ട് തുടങ്ങി വെച്ചത്. ഈ ബഹുമാനപ്പെട്ട പോത്തച്ചായനും എല്ലാവരും പ്രത്യേകിച്ച് ഇവിടെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഉപയോഗിക്കുന്ന കിണറുകൾ നല്ലതല്ലാതെ അതിലെ വെള്ളം പ്രയോജനകരമല്ലാതെ വന്നു. എന്നാൽ വളരെ അസാധ്യമെന്ന് പറയട്ടെ, ശവക്കോട്ടയോട് തൊട്ടടുത്തൊരു സ്ഥാനമാണ് കണ്ടത്. അവിടെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ കിണറ്റിലെ വെള്ളം പരിശോധനയിൽ ഏറ്റവും നല്ല വെള്ളമായി തീർന്നു.
അതിനുശേഷം വടക്കുവശത്തു നിന്ന് തുടങ്ങി. വടക്കുവശത്തെ വടക്കേ പന്തല് അതിനെ ടൈലിട്ടു, അതിൻ്റെ സീലിങ്ങുകൾ ഭംഗിയാക്കി. നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടന്നപ്പോൾ എത്രയും ഭംഗിയായി നടക്കുവാൻ സാധിച്ചത് ആ വടക്കുവശത്തെ പന്തൽ എത്രയും വൃത്തിയായി ക്രമീകരിച്ചത് കഴിഞ്ഞാണ്. ചില നിയമപ്രശ്നങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ പള്ളിയുടെ പൊതുയോഗ റിപ്പോർട്ടുകൾ വായിച്ചപ്പം 2012 മുതൽ തീരുമാനമുണ്ട് ഓഫീസ് കോംപ്ലക്സ് ഒന്ന് ക്രമീകരിക്കാൻ. പക്ഷേ സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 3 ഭരണസമിതികളിൽ അതിൻ്റെ തീരുമാനം കുറേ കൂടെ ഭംഗിയായി വർത്തമാന കാലഘട്ടത്തിന് ചേരുന്ന വിധം ക്രമീകരിക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, ഒരു തെരഞ്ഞെടുപ്പ് കൂടാതെ കഴിഞ്ഞ ഭരണസമിതി വന്നു. അവരിൽ 2 ട്രസ്റ്റിമാരും സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും. ഞങ്ങൾ 4 വൈദികരല്ല. പ്രത്യേകിച്ച് ഈ ഭരണസമിതിയുടെ വളരെ ഉജ്ജ്വലമായ നേതൃത്വമായിരുന്നു ഇത്രയും ഭംഗിയായി ഇത് ക്രമീകരിക്കാൻ സാധിച്ചത്. സാധാരണഗതിയിൽ ഒരു കെട്ടിടമെന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിനൊരു മനസ്സിൽ പ്ലാനുണ്ട്, അങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. എന്നാൽ ഈയിടെ ഇവിടെ MP ഫ്രാൻസിസ് ജോർജ് വന്നപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അച്ഛാ കേരളത്തിൽ ഇപ്പോൾ ഇത്രയും നല്ലൊരു പള്ളിയില്ല. അത് സത്യത്തിൽ നന്നായി കേൾക്കുന്നതിൽ വലിയ മാനസികമായ സന്തോഷവും സുഖവുമുണ്ട്. ഇവിടെ വരുന്ന അനേകം ആളുകൾ എത്രയും ഭംഗിയായി ക്രമീകരിക്കുന്നു. സത്യത്തിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ സന്തോഷം എവിടെയാണ്? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയും അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു അഭിമാന സ്തംഭവുമായി പുതുപ്പള്ളി പള്ളിയുടെ പള്ളിയും പരിസരവും ഓഫീസും ഭംഗിയാക്കിയ ഭരണസമിതിയെ, പ്രത്യേകിച്ച് ട്രസ്റ്റിമാരെയും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളെയും അഭിമന്യ തിരുമേനിയോടൊപ്പം ഈ സമയം ഞാനും അഭിനന്ദിക്കുകയാണ്. ഇതിനെല്ലാം നേതൃത്വം നൽകിയ, പ്രത്യേകിച്ച് ഞാനിവിടെ ഇല്ലാഞ്ഞ സമയത്ത് കുറിയാക്കോസീപ്പനച്ഛൻ, അച്ഛൻ്റെയാണ് പല പ്ലാനുകളും. അച്ഛൻ്റെ നല്ല നേതൃത്വത്തെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. നമുക്കൊരിക്കലും സാധിക്കാഞ്ഞ പല കാര്യങ്ങളും സാധിച്ചു എന്നതാണ്. ഒരിക്കലും സാധിക്കാത്ത പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത്, ഒരു 30-35 വർഷം നമ്മൾ പരിശ്രമിച്ചു ഈ പള്ളിയുടെ പൂമുഖം പടിഞ്ഞാറ് വശം ഒന്ന് വൃത്തിയാക്കാൻ. സത്യത്തിൽ ഇന്നത് എന്തു ഭംഗിയായി. ഇന്നലെ പമ്പ് ഹൗസ് മാറ്റിവെച്ചു. അപ്പോൾ പൂർണ്ണമായും ആ ഭാഗങ്ങൾ വൃത്തിയായി. നമ്മുടെ പള്ളിയുടെ അനുഗ്രഹത്തിനും തേജസ്സിനും അനുയോജ്യമായി കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ സാധിച്ചതിൽ സർവശക്തനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളിതൊക്കെ പറയുമെങ്കിലും ഇതിൻ്റെ എല്ലാ നല്ല അഭിനന്ദനങ്ങളും കുറിയാക്കോസച്ചൻ എന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അത് അഭിമന്യ തിരുമേനിക്കുള്ളതാണ്. തിരുമേനിയുടെ മനോഹരമായ നേതൃത്വം ഞങ്ങളെ എല്ലാവരും ഓരോ സന്ദർഭങ്ങളിലും, വിമർശനമൊന്നും ഇല്ലെന്നല്ല കേട്ടോ, പല വിമർശനങ്ങളും ഉണ്ട്. പക്ഷേ അതിനിടെ തിരുമേനി പറയും, ഒന്നും മൈൻഡ് ചെയ്യേണ്ട, അത് ഞങ്ങൾക്കൊരു വലിയ ശക്തിയായിരുന്നു തിരുമേനിയുടെ ആ നേതൃത്വം. പ്രത്യേകിച്ച് ഈ ഇടവകയിലെ ആളുകൾ, ഞാൻ പണ്ട് കേട്ടിരുന്ന പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോട്ടയം ഭദ്രാസനത്തിൽ ഏറ്റവും അധികം ദിയസ്കോറോസ് തിരുമേനിയെ സ്നേഹിക്കുന്നത് പുതുപ്പള്ളി പള്ളിയാണ്. അത് പള്ളിയിലെ അംഗങ്ങളെല്ലാവരും അത് വളരെ സന്തോഷത്തോടെയാണ്. കാര്യം തിരുമേനി ഇവിടെ എല്ലാ സന്ദർഭങ്ങളിലും പകൽ വീടിൻ്റെ ക്രമീകരണങ്ങൾ, പ്രാർത്ഥനയോഗത്തിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും തിരുമേനി വരും. തിരുമേനിക്ക് വേണ്ടി പ്രത്യേക മുറി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പൊത്തമ്പുറത്ത് എന്തേലും അസൗകര്യമെന്നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി പറയുന്നു, തിരുമേനിക്ക് ഇവിടെ വന്ന് നമ്മുടെ ഈ മലങ്കര സഭയുടെ തന്നെ ഒരാസ്ഥാനമായി തിരുമേനിക്ക് ഇവിടെ താമസിക്കാം. നേരെ ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. എല്ലാം സന്തോഷകരം, വളരെ സന്തോഷകരമായി പോകുന്നു. ഞാൻ ബഹുമാനപ്പെട്ട വൈദികരെയും ഭരണസമിതി അംഗങ്ങളെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരെയും, അതുപോലെ തന്നെയാണ് ഈ 18-ാം പടിയുടെ നിർമ്മാണം, ഫ്രണ്ട് വശം ക്രമീകരിച്ച് ഫൗണ്ടൻ നമ്മൾ ക്രമീകരിച്ചത്. വളരെ കാര്യങ്ങളുണ്ട്. കടവ് മാറ്റി ഋജുരേഖയിൽ ദേവാലയത്തിനെ ക്രമീകരിച്ചാക്കി, ബാത്റൂമുകളെല്ലാം നവീകരിച്ചു. എല്ലാറ്റിലും ഉപരി ഒരു 200 വണ്ടിക്ക് പാർക്ക് ചെയ്യത്തക്ക രീതിയിൽ അല്പം വിഷമം ഉണ്ടായിട്ട് പോലും ആ കണ്ടവും ആ ഭാഗവും എല്ലാം ക്രമീകരിച്ച് നമ്മളെ ഭംഗിയാക്കി. പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് ഞാൻ പറയുന്നില്ല, അത് നിയമപരമായി ശരിയല്ലാത്തതുകൊണ്ട്. അതെല്ലാം ചെയ്യാൻ സാധിച്ചത് ഈ ഇടവകയിലെ ആളുകളെ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിൽക്കുന്നു. പൊതുയോഗത്തിലൊക്കെ സ്വതന്ത്രമായ അഭിപ്രായം പറയും. എന്നാൽ അഭിപ്രായങ്ങൾ അവസാനം വരുമ്പം ഇന്നത് മതി, അതെല്ലാവരും അംഗീകരിക്കുന്ന സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ല അന്തരീക്ഷം. ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട ശുശ്രൂഷകർ,
ഗായക സംഘാംഗങ്ങൾ എല്ലാവരോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ഭരണസമിതി മാത്രമല്ല, പ്രത്യേകിച്ച് 2022, 23, ഇപ്പോൾ 24 3 ഭരണസമിതി അംഗങ്ങളും ഇതിനുവേണ്ടി പരിശ്രമിച്ചു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മധുരപലഹാരം ക്രമീകരിച്ചിട്ടുണ്ട്, അതിലും പങ്കെടുക്കണം. അതുപോലെ തന്നെ പല കോൺട്രാക്ടേഴ്സാണ് ഈ വർക്കുകൾ ചെയ്തത്. ഒരു കോൺട്രാക്ടറിന് തന്നെ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഓഫീസ് കോംപ്ലക്സ് ക്രമീകരിച്ചത് ജീവൻ എന്ന് പറയുന്ന കോൺട്രാക്ടറാണ്. അതുപോലെ തന്നെ മഹേഷ് പണിക്കർ, ഇടയ്ക്കൊക്കെ പറയും ആ ഒരു പേര് ഞങ്ങൾക്കൊരു സുഖമുണ്ടല്ലോ, അദ്ദേഹം നല്ല ഈ 18-ാം പടി ഭംഗിയായിട്ട് ക്രമീകരിച്ചത് അങ്ങനെയാണ്. അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ 6-ന്റെ സൈഡ് പടിഞ്ഞാറ് വശം ഭംഗിയാക്കിയത് നമ്മുടെ ഇടവകക്കാരൻ തന്നെ സജിയാണ്. പിന്നെ കങ്ങഴ സെൻറ് തോമസ് പള്ളിയിലെ ഇടവകാംഗം ബഹുമാനപ്പെട്ട സജി 6 ഭവനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോർജിയൻ വില്ലയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 7 ഭവനങ്ങൾ പുതുതായി നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. 4 ഭവനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നമായിരുന്നു. എല്ലാ ദിവസവും ഇറങ്ങി വരുമ്പോൾ പുറകെ നിൽക്കുന്നവർ ഞങ്ങൾക്ക് കേൾക്കാൻ മേല, വടക്കേ പള്ളി നിൽക്കുന്നവർക്ക് ശബ്ദമില്ല. എന്നാൽ അതിൽ ഞങ്ങൾ ഞങ്ങളുടെ ഈ ട്രസ്റ്റി ഫീലിപ്പോസ് എബ്രഹാമിൻ്റെ ധൈര്യത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. എന്നെ വന്നാലും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞാണ് ഇത്രയും മനോഹരമായ സൗണ്ട് സിസ്റ്റം. ഇപ്പം ഇവിടെ വേറെ ഒരു അറേഞ്ച്മെൻറ്റും ഇല്ല. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഈ പള്ളി പരിസരം മുഴുവൻ കേൾക്കും. കാരണം അതാണ് പുതുപ്പള്ളിക്ക് വേണ്ടിയത്. അത് തിരിച്ചറിഞ്ഞ് അത്ര ഭംഗിയായ ക്രമീകരണം ചെയ്തു. പ്രദീപ് ഇവിടെ ഉണ്ട്. പ്രദീപാണ് ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കോൺട്രാക്ടറായി വർക്ക് ചെയ്തത്. ഞാൻ ഇവരെ എല്ലാവരെയും, കാര്യം ഇതാണ് അതിൻ്റെ അവസരം, എല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന മറ്റ് മനോഹരമായൊരു പദ്ധതി 250 kV ശേഷിയുള്ള സോളാർ സിസ്റ്റത്തിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് 150 കിലോവാട്ട് ഉണ്ടായിരുന്ന ട്രാൻസ്ഫോമർ മാറി 250 കിലോവാട്ടിൻ്റെ ട്രാൻസ്ഫോമറും പുതുതായി ക്രമീകരിക്കും. സത്യത്തിൽ ഇത്രയും അധികം വരുമ്പം നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ചാർജ് വളരെ കൂടുതലാണ്. എന്നാൽ സോളാർ സിസ്റ്റം വന്നു കഴിയുമ്പം അത് പൂർണ്ണമായും പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അനവധി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, എങ്കിലും സമയ പരിമിതി കൊണ്ട് നിർത്തട്ടെ. എല്ലാ കാര്യങ്ങളിലും നൽകിയ ദൈവിക നടത്തിപ്പിന് മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അഭിവന്യ തിരുമേനിയോടും നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇപ്പോൾ മധുരപലഹാരം വിതരണം ചെയ്യും. ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ വന്നിട്ടുള്ളവരെ ഒന്ന് അടുത്ത് നിന്ന് പോത്തച്ചാനാണ് ഈ ഫോട്ടോയുടെ കാര്യത്തിൽ വലിയ താല്പര്യം. തിരുമേൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് അച്ഛന്മാരും ബഹുമാനപ്പെട്ട വൈദികരും എല്ലാവരോട് ഒന്ന് നിൽക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പുകൾ പെരിയോർ പുതുപ്പള്ളി തന്നിൽ വാഴും പൊൻഗീവറുഗീസേ. പാൽവർണ്ണ കുതിരയിലേറി നായാടാൻ പോയൊരു നേരം. താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി. കണ്ടുടനെ സകതാ താനും കൊണ്ടാടി പുഞ്ചിരി തൂകി. മാതാവേ മരതകമേ വലഞ്ഞല്ലോ അടിയാർ ഞങ്ങൾ.
കുത്തി നാഗത്തിൻ വാ പിളർന്നു. ശൂലമെടുത്തു കുത്തി നാഗത്തിൻ വാൾ പിളർന്നു. മുത്തുക്കൂട പിടിച്ചു രത്നത്താൽ ഉയർത്തി പിന്നെ. മുത്തുക്കൂട പിടിച്ചു രത്നത്താൽ ഉയർത്തി പിന്നെ. പുകൾപെരിയോർ പുതുപ്പള്ളി തന്നിൽ വാഴും പൊൻഗീവറുഗീസേ. പുകൾപെരിയോർ പുതുപ്പള്ളി തന്നിൽ വാഴും പൊൻഗീവറുഗീസേ. പുകൾപെരിയോർ പുതുപ്പള്ളി തന്നിൽ വാഴും